നാസികൾക്കെതിരെ തൻ്റെ രാജ്യത്തിനു വേണ്ടി പോരാടിയ ഒരു വീര നായികയായിരുന്നു ലെപാ റാഡിക്. അന്നവൾക്ക് വെറും 17 വയസ്സായിരുന്നു പ്രായം. മഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ അവളുടെ മരണത്തിന് വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ പ്രശസ്തയായത്. അവളുടെ പ്രായത്തിലുള്ള പല പെൺകുട്ടികളും ഹൈസ്കൂൾ പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നപ്പോൾ നാസി അധിനിവേശത്തിൽ നിന്ന് തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ ലെപ യൂറോപ്പിലെ യുദ്ധമുഖത്ത് മുന്നിലുണ്ടായിരുന്നു. ധീരതയ്ക്കും പോരാട്ട വീര്യത്തിനും പേരുകേട്ട അവൾ സ്വന്തം രാജ്യത്തിൻ്റെ ഗറില്ല പോരാട്ടങ്ങളിൽ ഒരു യുവതി ചെലുത്തിയ സ്വാധീനത്തിൻ്റെ നേർചിത്രമായി. അവളുടെ ധീരതയും അർപ്പണബോധവും ഇന്നത്തെ യുവാക്കൾക്ക് വലിയൊരു പ്രചോദനമാണ്. നാസികൾ വധിച്ച ലെപാ റാഡിക് എന്ന കൗമാരക്കാരിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. 1939 ആരംഭിച്ച് 1945 അവസാനിച്ച രണ്ടാം ലോക മഹായുദ്ധം ചരിത്രത്തിലെ ഏറ്റവും മാരകവും വിനാശകരവുമായ യുദ്ധമായിരുന്നു. യുദ്ധത്തിനു മുമ്പ് ജർമ്മനിയും അമേരിക്കയും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളും മഹാമാന്ദ്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. സമ്പദ് വ്യവസ്ഥ വളരെ മോശമായിരുന്നു. തൊഴിലില്ലായ്മ എക്കാലത്തെയും ഉയർന്ന നിരക്കിലായിരുന്നു. മാത്രമല്ല വൻ നാണയപ്പെരുപ്പവും പണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. 10 കോടിയിലധികം സൈനികരെ വിന്യസിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ 50-ലധികം രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ സഖ്യകക്ഷികളുടെ ഭാഗമായിരുന്നപ്പോൾ ജപ്പാനും ജർമ്മനിയും അച്ചുതണ്ട് ശക്തികളുടെ ഭാഗമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ കിഴക്കൻ മുന്നണിയിലെ പോരാട്ടം പലപ്പോഴും വളരെ ക്രൂരമായിരുന്നു. യൂറോപ്പിലുടനീളമുള്ള വലിയൊരു ഭാഗം ഭൂമി നാസികൾ പിടിച്ചെടുത്തു. അങ്ങനെ പല രാജ്യങ്ങളും നാസികളുടെ അധീനതയിലായി. അതിനർത്ഥം അവർ നാസികളാൽ ഭരിക്കപ്പെടുകയും നാസികളുടെ പോലീസ് രാജിന് വിധേയമാവുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്തു എന്നാണ്. ഈ അടിച്ചമർത്തപ്പെടലിനോടൊപ്പം ന്യൂനപക്ഷങ്ങളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. കാലക്രമേണ അപലരെന്ന് അവർ കരുതിയവരെ കൂട്ടത്തോടെ നാടുകടത്താനും തുടങ്ങി. ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് അവർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയച്ചത്. ഗ്യാസ് ചേമ്പറുകളിൽ വധിക്കപ്പെടുന്നതിന് മുമ്പ് അവർ ഇത്തരം ക്യാമ്പുകളിലേക്ക് അയക്കപ്പെട്ടു. എന്നാൽ യൂറോപ്പിലുടനീളം തങ്ങളുടെ അധിനിവേശക്കാരെ ധിക്കരിക്കുകയും സ്വാതന്ത്ര്യത്തിനായി പോരാടുകയും ചെയ്ത ചില ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പായിരുന്നു പാർട്ടിസാൻസ്. അവർ വിവിധ രാജ്യങ്ങളിലുടനീളം അധിനിവേശക്കാർക്കെതിരെ പോരാടി. അതിൽ അവരോടൊപ്പം പോരാടിയ 17 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവിശ്വസനീയമിതം ധീരയായ ആ യുവതിയായിരുന്നു ലെപാ റാഡിക്. എന്നാൽ ഒരു കൗമാരക്കാരി മാത്രമായിരുന്നിട്ടും നാസികൾ അവളെ പിടികൂടുകയും വധിക്കുകയും ചെയ്തു. ലെപാ റാഡിക് ആരായിരുന്നു എന്ന് കൂടുതൽ അറിയണമെങ്കിൽ അവളുടെ ജീവിതത്തിലേക്കും അന്നവളെ ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ച രാഷ്ട്രീയ ചരിത്രത്തിലേക്കും നമുക്ക് കൂടുതൽ കടന്നു ചെല്ലേണ്ടതുണ്ട്. 1925 ഡിസംബർ 19 ലെപാ റാഡിക് ജനിച്ചത്. ബോസ്നിയൻ സെർബ് വംശജയായിരുന്നു അവളുടെ കുടുംബം. ഇന്നത്തെ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തെ ഒരു ചെറിയ പട്ടണമായ ബൊസാൻസ്ക ഗ്രാഡിസ്കയ്ക്ക് സമീപമുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് അവൾ വളർന്നത്. കഠിനാധ്വാനികളായ ഒരു കുടുംബമായിരുന്നു അവളുടേത്. വളരെ ലളിതമായ ചുറ്റുപാടിലായിരുന്നു അവളുടെ ജീവിത പശ്ചാത്തലം. അവളുടെ ബന്ധുക്കൾ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഹിറ്റ്ലറുടെ യുഗോസ്ലാവിയൻ അധിനിവേശത്തെ ഫാസിസ്റ്റ് ഉസ്താഷ്യൻ പ്രസ്ഥാനം പിന്തുണച്ചപ്പോൾ ലെപയുടേതുപോലുള്ള കുടുംബങ്ങൾ വലിയ അപകടത്തിലായി. ഉസ്താഷ്യയുടെ പ്രത്യയശാസ്ത്രം ക്രൊയേഷ്യൻ ദേശീയതയും റോമൻ കത്തോലിക്ക വിശ്വാസത്തിലും അധിഷ്ഠിതമായിരുന്നു. ഈ പ്രസ്ഥാനം നാസിസത്തിൻ്റെ വംശീയ ശുദ്ധി എന്ന ആശയമാണ് പിന്തുടർന്നത്. അധികാരത്തിലിരുന്ന കാലത്ത് ലക്ഷക്കണക്കിന് ജൂതന്മാർ, റോമാക്കാർ, സെർബുകൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്നിവരെ അവർ കൊലപ്പെടുത്തി. ലെപയുടെ അമ്മാവന് കമ്മ്യൂണിസ്റ്റുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം തൊഴിലാളി പ്രസ്ഥാനത്തിൽ സജീവമായിരുന്നു. ചുറ്റുപാടുമുള്ള ആളുകൾ ലെപാ റാഡിക്കലിനെ വളരെയധികം സ്വാധീനിച്ചു. എലിമെൻ്ററി സ്കൂൾ പഠനത്തിന് ശേഷം ബൊസാൻസ്ക ക്രൂപ്പയിലെ വിമൻസ് സ്കൂൾ ഓഫ് ക്രാഫ്റ്റിൽ ചേർന്നു. ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ കഠിനാധ്വാനത്തിനും പഠനത്തോടുള്ള ആത്മാർത്ഥമായ മനോഭാവത്തിനും അവൾ പ്രശസ്തയായിരുന്നു. കൂടാതെ വായനയിൽ അവൾക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. സമപ്രായക്കാരെക്കാൾ ഉന്നത നിലവാരത്തിലുള്ള വായനാശീലം ലെപയ്ക്കുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ തൻ്റെ കുടുംബം ഉൾപ്പെട്ടിരുന്നതും ചർച്ച ചെയ്തിരുന്നതുമായ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ആശയങ്ങളിലേക്ക് അവൾ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. 15-ാമത്തെ വയസ്സിൽ ലീഗ് ഓഫ് കമ്മ്യൂണിസ്റ്റ് യൂത്ത് ഓഫ് യുഗോസ്ലാവിയയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് യുഗോസ്ലാവിയയിലും ലെപാ റാഡിക് അംഗമായി. ഇത് 1941 ഒരു കൗമാരക്കാരിയായിരുന്നിട്ടും അവൾക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ടായിരുന്നു.
ഈ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിരുന്നു. അതുപോലെ തന്നെ വലിയൊരു ഭാഗം പ്രദേശങ്ങളും നാസികളാൽ കൈയടക്കപ്പെടുകയും ചെയ്തിരുന്നു. സോവിയറ്റ് യൂണിയനെ ആക്രമിച്ച് മോസ്കോയിലേക്ക് നീങ്ങാൻ ഹിറ്റ്ലർ ആഗ്രഹിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കിഴക്കോട്ട് ബാൾക്കൻ രാജ്യങ്ങൾക്ക് നേരെ തിരിയാൻ തുടങ്ങി. ഓപ്പറേഷൻ ബാർബറോസ ആരംഭിക്കാൻ ഹിറ്റ്ലർ വെർമാൻറ്റിനോട്, അതായത് ജർമ്മൻ സൈന്യത്തിനോട് ഉത്തരവിടുകയും നാസികൾ പല ബാർബൻ രാജ്യങ്ങളിലും അധിനിവേശം നടത്തുകയും ചെയ്തു. അക്കാലത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കമായിരുന്നു ഹിറ്റ്ലറുടെ ഓപ്പറേഷൻ ബാർബറോസ എന്ന പദ്ധതി. എന്നിരുന്നാലും യുഗോസ്ലാവിയയിലെ പുതിയ മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ പദ്ധതികളിൽ മാറ്റം വരുത്താൻ നിർബന്ധിതനാക്കി. 1930കളിൽ നാസികൾ അധികാരത്തിൽ വന്നപ്പോൾ യുഗോസ്ലാവിയ നിഷ്പക്ഷത പാലിക്കാൻ ശ്രമിക്കുകയും ബ്രിട്ടനുമായി രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1941 മാർച്ച് 25-ന് ട്രിപാർട്ടി പാക്ട് എന്ന് അറിയപ്പെടുന്ന ഒരു ഉടമ്പടിയിൽ അവർ ഒപ്പുവെച്ചു. ഇത് യഥാർത്ഥത്തിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറായിരുന്നു. എന്നാൽ ഈ കരാറിലൂടെ യുഗോസ്ലാവിയ അച്ചുതണ്ട് ശക്തികളുമായും നാസികളുമായും സഖ്യത്തിലായി. 2 ദിവസത്തിനു ശേഷം ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ യുഗോസ്ലാവിയൻ സൈന്യം ഒരു അട്ടിമറി നടത്തുകയും 17 വയസ്സുകാരനായ പീറ്റർ രണ്ടാമൻ രാജാവിനെ ഗവൺമെൻറ്റിൻ്റെ തലവനായി അവരോധിക്കുകയും ചെയ്തു. ഇദ്ദേഹം രാജ്യത്തെ യുദ്ധത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുമെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ ഈ അട്ടിമറി ഹിറ്റ്ലറെ ചൊടിപ്പിച്ചു. യുഗോസ്ലാവിയ ഹിറ്റ്ലറുടെ നാസി സഖ്യത്തെ അനുകൂലിച്ച് ഹിറ്റ്ലറുമായിട്ടുള്ള ഒരു യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഹിറ്റ്ലർ യുഗോസ്ലാവിയ ആക്രമിക്കാനാണ് പദ്ധതിയിട്ടത്. ഇത് യുഗോസ്ലാവിയയെ കൂടുതൽ ദേശീയ സ്വഭാവമുള്ളതാക്കി മാറ്റി. പീറ്റർ രണ്ടാമൻ രാജാവിൻ്റെ പുതിയ സർക്കാരിനെ ശത്രുപക്ഷത്തായി കണക്കാക്കിയ ഹിറ്റ്ലർ ഫ്യൂറൽ ഡയറക്റ്റ് 25 പുറപ്പെടുവിക്കുകയും അവിടം ആക്രമിക്കാൻ ജർമ്മൻ സൈന്യത്തോട് ഉത്തരവിടുകയും ചെയ്തു. ആ ഉത്തരവ് ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: യുഗോസ്ലാവിയയിലെ സൈനിക അട്ടിമറി മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിമറിച്ചിരിക്കുന്നു. യുഗോസ്ലാവിയ തുടക്കത്തിൽ കൂറ് പ്രഖ്യാപിച്ചാൽ പോലും അവരെ ശത്രുവായി കണ്ട് എത്രയും വേഗം തകർത്തെറിയേണ്ടതുണ്ട്. ഒരു വശത്ത് ഫിമയുടെ ഗ്രാസ് പ്രദേശത്തു നിന്നും മറുവശത്ത് സോഫിയ പ്രദേശത്തു നിന്നും സംയുക്തമായി ആക്രമിച്ച് ബെൽഗ്രേഡിലേക്കും തെക്കൻ ഭാഗത്തേക്കും ഇരച്ചു കയറാനും യുഗോസ്ലാവിയൻ സൈന്യത്തിന് കനത്ത പ്രഹരം ഏൽപ്പിക്കണമെന്നും, കൂടാതെ യുഗോസ്ലാവിയയുടെ തെക്കേ അറ്റത്തുള്ള പ്രദേശം രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വെട്ടിമാറ്റുകയും ഗ്രീസിനെതിരായ ജർമ്മൻ ഇറ്റാലിയൻ ആക്രമണം നടത്തുന്നതിനുള്ള ഒരു സൈനിക താവളമായി അത് പിടിച്ചെടുക്കുകയും ചെയ്യണം. അങ്ങനെ ഹിറ്റ്ലറിൻ്റെ നാസിപ്പട യുഗോസ്ലാവിയ ആക്രമിച്ചു. 1941 ഏപ്രിൽ 6-ന് ആരംഭിച്ച ആ ആക്രമണം 11 ദിവസങ്ങൾക്ക് ശേഷം രാജ്യത്തിൻ്റെ കീഴടങ്ങലോടെ അവസാനിച്ചു. യുഗോസ്ലാവിയ കീഴടക്കപ്പെട്ടതോടെ നാസികൾ രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിടിച്ചെടുക്കുകയും ക്രൊയേഷ്യയും ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയും ചേർത്ത് സ്വതന്ത്ര ക്രൊയേഷ്യൻ രാഷ്ട്രം രൂപീകരിക്കുകയും ചെയ്തു. ഇതിൽ ലെപാ റാഡിക്കിൻ്റെ ജന്മനാടും ഉൾപ്പെട്ടിരുന്നു. ഈ അധിനിവേശക്കാർ അടിസ്ഥാനപരമായി ഹിറ്റ്ലറുടെ നാസി ചുൽപ്പടിയിലുള്ള ഉസ്താഷയുടെ ആൻറ്റി പാവലിക് നയിച്ചിരുന്ന ഒരു സ്വേച്ഛാധിപത്യ ഡമ്മി സർക്കാരായിരുന്നു. ബാൾക്കൻ പ്രദേശങ്ങളിലുടനീളം കൊടിയ പീഡനങ്ങളും വംശഹത്യകളും അവർ നടത്തി. ഉസ്താഷെ ഈ സ്വയംഭരണ രാഷ്ട്രത്തെ അക്രമത്തിലൂടെയും ഭീകരതയിലൂടെയുമാണ് ഭരിച്ചത്. വംശീയമായി തങ്ങൾ മാത്രമുള്ള ഒരു ക്രൊയേഷ്യ സൃഷ്ടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. തങ്ങളുടെ പ്രദേശത്ത് താമസിക്കുന്ന സെർബുകളെ അവർ ഏറ്റവും വലിയ ശത്രുക്കളായി കണ്ടു. സെർബുകളിൽ 3-1 പേരെ കൊല്ലുമെന്നും 3-1 പേരെ നാട് കടത്തുമെന്നും ബാക്കിയുള്ള 3-1 പേരെ നിർബന്ധിതമായി കത്തോലിക്ക മതത്തിലേക്ക് മാറ്റുമെന്നും അവർ പ്രഖ്യാപിച്ചു. തികച്ചും ഹൃദയശൂന്യമായ കൊലപാതകങ്ങളുടെ ഭയാനകരമായ നിരവധി സംഭവങ്ങൾ അവിടെ അരങ്ങേറി. ലെപാ റാഡിക്കിൻ്റെ ജന്മനാടിനടുത്തു വെച്ച് ഒരു യുവ സെർബ് വംശജനെ ഉസ്താഷെ സൈനികർ അറക്കവാൾ ഉപയോഗിച്ച് തലയറുത്ത് കൊന്നത് അവരുടെ പ്രഖ്യാപിത വംശഹത്യയുടെ ഭാഗമായിരുന്നു. ഹോളോക്രോസ് കാലത്ത് വലിയ നാശനഷ്ടങ്ങൾക്കും കൂട്ടക്കുരുതികൾക്കും കാരണമായ നാസികളുടെ വംശീയ നിയമങ്ങളുടെ അതേ പ്രതിഫലനമായിരുന്നു അവരുടെ നിയമങ്ങളും. നാസി പ്രചാരണങ്ങൾ അനുസരിച്ച് യുഗോസ്ലാവിയൻ അധിനിവേശം വലിയൊരു വിജയകരമായിരുന്നു. എന്നിരുന്നാലും അവിടുത്തെ പർവ്വത പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിൽ ജർമ്മൻ നാസിപ്പട പരാജയപ്പെട്ടു. കാരണം തദ്ദേശവാസികൾക്ക് ആ പ്രദേശങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു. ജർമ്മൻ സൈന്യത്തിൻ്റെ ഈ പരാജയം അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടിസാൻസ് എന്നൊരു ഗ്രൂപ്പും ചെറ്റ്നിറ്റുകൾ എന്ന മറ്റൊരു ഗ്രൂപ്പും, അങ്ങനെ 2 പ്രതിരോധ ഗ്രൂപ്പുകൾ വളരാൻ കാരണമായി. കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടിസാൻസ് എന്ന ഗ്രൂപ്പ് ഹിറ്റ്ലറുടെ നാസിപ്പടയെ കർശനമായി എതിർത്തപ്പോൾ ചെറ്റ്നിറ്റുകൾക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ചില ചെറ്റ്നിറ്റുകൾ നാസികളെ എതിർത്തു,
എന്നാൽ മറ്റുള്ളവർ യുഗോസ്ലാവിയയിൽ കമ്മ്യൂണിസം പടരുന്നതിനെക്കുറിച്ച് ആശങ്കയുള്ളവരായിരുന്നു. നാസികൾക്കെതിരെ നേരിട്ട് ആക്രമണങ്ങൾ നടത്താൻ ചെറ്നിറ്റുകൾക്ക് മടിയായിരുന്നു. യുഗോസ്ലാവിയൻ സൈന്യത്തിൻ്റെ അവശേഷിക്കുന്ന സെർബ് വിഭാഗക്കാരായിരുന്നു ചെറ്നിറ്റുകൾ. അവർക്ക് കൃത്യമായ ഒരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നില്ല. ക്രൊയേഷ്യക്കാരും മുസ്ലിങ്ങളും ഇല്ലാത്ത വംശീയമായി ശുദ്ധിയുള്ള ഒരു സെർബിയ സൃഷ്ടിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനാൽ തങ്ങൾക്ക് ഗുണകരമാകുമ്പോൾ ചെറ്നിറ്റുകൾ ജർമ്മൻ നാസിക്കാരെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. യുഗോസ്ലാവിയയിലെ മുൻ സൈനികരായിരുന്ന അവർ അന്ന് നാടുകടത്തപ്പെട്ടിരുന്ന പീറ്റർ രണ്ടാമൻ്റെ സർക്കാരിനോട് വിശ്വസ്തത പുലർത്തുന്നവരായിരുന്നു. ചില ചെറ്നീക്കുകൾ നാസികളെ എതിർത്തപ്പോൾ അതിലെ മറ്റു ചില വിഭാഗങ്ങൾ ഹിറ്റ്ലറുടെ നാസി അധിനിവേശക്കാരുമായി സഹകരിച്ചു. പാർട്ടിസാനുക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1921 യുഗോസ്ലാവിയ കമ്മ്യൂണിസം നിരോധിച്ചിരുന്നു. ഇത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രഹസ്യമായി പ്രവർത്തിക്കാൻ നിർബന്ധിതരാക്കി. നാസി അധിനിവേശത്തിന് ശേഷം ഈ യുഗോസ്ലാവിയൻ കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടിസാനുകൾ എന്നറിയപ്പെട്ടു. ഇവർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്നവരായതിനാൽ രാജവാഴ്ചയെ അനുകൂലിച്ചിരുന്ന ചെറ്നിറ്റുകൾ ഇവരെ എതിർത്തു. എന്തായാലും ഹിറ്റ്ലറുടെ നാസിപ്പടയ്ക്ക് യുഗോസ്ലാവിയയിലെ ചില പ്രദേശങ്ങളിൽ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായ പാർട്ടിസാനുകളായിരുന്നു. ഈ പ്രതിരോധങ്ങൾക്ക് മറുപടിയായി ജർമ്മൻ നാസിപ്പട ആയിരക്കണക്കിന് സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്ത് ഭയാനകരമായ പ്രതികാര നടപടികൾ സ്വീകരിച്ചു. നാസികളിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കാൻ സഖ്യകക്ഷികളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ചെറ്നിറ്റുകൾ കാത്തിരുന്നു. എന്നാൽ നാസി അധിനിവേശത്തിൽ നിന്ന് ഉടനടി മോചനം നേടാൻ മറ്റുള്ളവരുടെ സഹായത്തിന് കാത്തു നിൽക്കാതെ ആയുധമെടുത്ത് പോരാടണം എന്ന നിലപാടിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിസാനുക്കൾ. സ്വന്തം രാജ്യത്തെ ആക്രമിക്കുന്ന ഹിറ്റ്ലറുടെ നാസിപ്പടയെ പ്രതിരോധിക്കാതെ പല ഗുണം കാണിക്കുന്ന യുഗോസ്ലാവിയയിലെ പുതിയ സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവരായിരുന്നു ലെപ റാഡിക്കിൻ്റെ കുടുംബം. 1941 ജൂലൈയിൽ ലെപ റാഡിക്കിൻ്റെ പിതാവും 2 അമ്മാവന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിസാനുക്കളിൽ ചേർന്നു. ഇതിൻ്റെ പേരിൽ 1941 നവംബറിൽ ഉസ്താഷെ അവരുടെ കുടുംബത്തെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇവരുടെ ഭാവി തികച്ചും ശൂന്യമായി കാണപ്പെട്ടു. എന്നാൽ ജയിലിലായി ഏതാനും ആഴ്ചകൾക്ക് ശേഷം ലെപ റാഡിക് ഉൾപ്പെടെയുള്ള റാഡിക് കുടുംബത്തെ പാർട്ടിസാനുകൾ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യം വീണ്ടെടുത്ത ശേഷം ലെപയും സഹോദരി ദാരയും പാർട്ടിസാൻ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവരായി പങ്കെടുക്കാൻ തുടങ്ങി. അച്ചുതണ്ട് ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിനുള്ള പ്രസ്ഥാനത്തിൽ അവർ സജീവമായി പങ്കെടുത്തു. ആയുധമെടുത്ത ലെപയെ അവൾ ആദ്യം ഒരു നേഴ്സായിട്ടാണ് സേവനമനുഷ്ഠിച്ചത്. ആ സമയത്ത് അവൾക്ക് വെറും 15 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നന്നായി സംസാരിക്കാനും രാജ്യം എപ്പോഴും നേരിടുന്ന പ്രതിസന്ധിയെ ചെറുത്തു നിൽക്കാനും പാർട്ടിസാൻ പ്രസ്ഥാനങ്ങളിലേക്ക് യുവാക്കളെ ആകർഷിക്കാനും അവരുമായി ആശയവിനിമയം നടത്താനും ഏറ്റവും അനുയോജ്യമായ ഒരാളായി അവർ ലെപയെ കണ്ടു. അങ്ങനെ അവൾ യുവാക്കളെ പാർട്ടിസാൻ എന്ന തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിനു പുറമെ അവൾ സൈനിക നീക്കങ്ങളിലും പങ്കെടുത്തു. ജർമ്മൻ സൈന്യം തമ്പടിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് നിന്ന് ധാന്യം വിളവെടുക്കാൻ ഒരു കൂട്ടം യുവ പാർട്ടിസാൻ നടത്തിയ മുന്നേറ്റത്തിലും അവൾ ഉൾപ്പെട്ടിരുന്നു. 1943 ജനുവരിയിൽ നാസികൾ ചില ചെറ്നിറ്റുകളുടെ സഹായത്തോടെ പാർട്ടിസാനുകൾക്കെതിരെ കേസ് വൈറ്റ് എന്ന പേരിൽ ഒരു സൈനിക നീക്കം ആരംഭിച്ചു. പാർട്ടിസാനുകളെ ഇല്ലാതാക്കി കമ്മ്യൂണിസം തടയാൻ നാസികളും അവരോടൊപ്പം പലപ്പോഴും അവരുടെ സഖ്യകക്ഷികളായിരുന്ന ചെറ്നിറ്റുകളും ചേർന്ന് 1943 ജനുവരിയിൽ നടത്തിയ ആക്രമണത്തിൻ്റെ രഹസ്യനാമമായിരുന്നു കേസ് വൈറ്റ്. ഈ ഓപ്പറേഷൻ പ്രതിരോധ പ്രസ്ഥാനത്തെ തകർത്തെറിയുകയും ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ സൈനികരെ ഗാർമയിലെ ഒരു അഭയകേന്ദ്രത്തിലേക്കും ആശുപത്രിയിലേക്കും കൊണ്ടുപോകുന്നതിൻ്റെ ചുമതല ലെപ റാഡിക്കലിനായിരുന്നു. പാർട്ടിസാൻ നേതാവായ ടിറ്റോയുടെ ഉത്തരവ് പ്രകാരം യുദ്ധക്കളങ്ങളിൽ പരിക്കേറ്റവരെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നായിരുന്നു. കാരണം അച്ചുതണ്ട് ശക്തികൾ അവരെ അവിടെ വച്ച് തന്നെ വധിക്കുമായിരുന്നു. അതിനാൽ പരമാവധി സൈനികരെ രക്ഷിക്കാൻ ലെപയും കൂട്ടാളികളും ശ്രദ്ധിച്ചിരുന്നു. പാർട്ടിസാനുകളെ സംബന്ധിച്ചിടത്തോളം ലെപയുടെ ഈ പ്രവർത്തനം നിർണായകമായിരുന്നു. പരിക്കേറ്റ പാർട്ടിസാനുക്കളെ കണ്ടെത്തി ചികിത്സിക്കാൻ അവൾ കഠിനമായി പ്രയത്നിച്ചു. 1943 ഫെബ്രുവരിയിൽ 7th SS വോളണ്ടിയർ മൗണ്ടൈൻ ഡിവിഷൻ പ്രൈസ് ഈഗൻ എന്ന നാസി സൈനിക വിഭാഗത്തിനെതിരെ പ്രതിരോധ സേന പോരാടുമ്പോൾ നാസി സൈനിക വിഭാഗത്തിൻ്റെ ഒരു സംഘം അവളെ പിടികൂടി. ആ പ്രദേശത്ത് നിന്ന് 100ഓളം സ്ത്രീകളും കുട്ടികളെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് അവൾ പിടിയിലായത്. എന്നാൽ SS ഡിവിഷന് മുന്നിൽ പോരാട്ടത്തെ കീഴടങ്ങാൻ ലെപ റാഡിക് തയ്യാറായിരുന്നില്ല.
തൻ്റെ തോക്കിലെ വെടിയുണ്ടകൾ തീരുന്നതുവരെ നാസി സൈനികർക്ക് നേരെ നിറയൊഴിച്ച് അവൾ ശത്രുക്കളോട് പൊരുതി നിന്നു. പക്ഷേ അവളുടെ പക്കൽ ആവശ്യത്തിന് വെടിയുണ്ടകൾ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അവൾ SS വാളണ്ടിയർ മൗണ്ടൈൻ ഡിവിഷൻ സൈന്യത്തിൻ്റെ പിടിയിലായി. പിടിക്കപ്പെട്ടതിന് ശേഷം പാർട്ടിസാനുക്കളെ തകർക്കാൻ സഹായിക്കുന്ന വിവരങ്ങൾ ചോർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ അവളെ ജയിലിലടച്ചു. ലെപാ റാഡിക്കലിനെ ഏകാന്ത തടവിലാക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവൾ ഉറച്ചു നിന്നു. കൊടിയ പീഡനങ്ങൾ കൊണ്ടൊന്നും നാസികൾക്ക് അവളെ തകർക്കാനായില്ല. ഒടുവിൽ അവൾ കമ്മ്യൂണിസ്റ്റുകാരിയാണെന്നും തങ്ങളുടെ വലിയൊരു ശത്രുവാണെന്നും മനസ്സിലാക്കിയ നാസികൾ അവളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. 1943 ഫെബ്രുവരി 8 ജർമ്മൻ സൈനികർ ലെപാ റാഡിക്കലിനെ അവളുടെ ജയിലറിയിൽ നിന്ന് വധശിക്ഷ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒരു മരത്തിൽ കെട്ടിയ കയറും അതിനടിയിൽ ഒരു മരപ്പെട്ടിയും ഉപയോഗിച്ച് തിടുക്കത്തിൽ ഒരു കഴുമരം അവർ അവിടെ നിർമ്മിച്ചിരുന്നു. ലെബയെ അവിടെ എത്തിക്കുകയും ആ മരപ്പെട്ടിയിൽ കയറ്റി നിർത്തിയ ശേഷം അവളുടെ കഴുത്തിൽ കുരുക്കിടുകയും ചെയ്തു. ആ സമയത്ത് അവിടെ കൂടി നിന്ന ജനക്കൂട്ടത്തോട് അവൾ വിളിച്ചു പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടിസാനുകളും നീണാൽ വാഴട്ടെ. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടുക. ഈ ദുഷ്ടന്മാർക്ക് മുന്നിൽ കീഴടങ്ങരുത്. എന്നെ ഇവർ ഇവിടെ വച്ച് കൊന്നേക്കാം, എന്നാൽ എനിക്ക് വേണ്ടി പകരം ചോദിക്കാൻ ഇവിടെ ആളുകളുണ്ട്. തുടർന്ന് വധശിക്ഷയ്ക്ക് നേതൃത്വം നൽകിയ നാസി കമാൻഡർ ജീവൻ രക്ഷിക്കാൻ അവസാനമായി ലെപാ റാഡിക്കിന് ഒരു വാഗ്ദാനം നൽകി. സഹപ്രവർത്തകരായ തൻ്റെ സംഘത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പോരാളികളുടെ പേരുകൾ വെളിപ്പെടുത്താമെങ്കിൽ വധശിക്ഷ ഒഴിവാക്കാമെന്നായിരുന്നു ആ വാഗ്ദാനം. ഇത് അവൾക്ക് അവളുടെ ജീവൻ രക്ഷിക്കാനുള്ള അവസാനത്തെ അവസരമായിരുന്നു. എന്നാൽ യാതൊരു ഭയമില്ലാതെ അവൾ പ്രതികരിച്ചു, ഞാൻ എൻ്റെ ജനതയെ ഒറ്റിക്കൊടുക്കുന്നവളല്ല. നിങ്ങൾ അന്വേഷിക്കുന്നവർ എൻ്റെ മരണത്തിന് പകരം ചോദിക്കാനായി വരും. എൻ്റെ സഖാക്കൾ, നിങ്ങളെപ്പോലുള്ള ദുഷ്ടന്മാരുടെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കുമ്പോൾ അപ്പോൾ അവർ പറയും അവരുടെ പേരുകൾ. ക്രൂരമായ പീഡനത്തിനു ശേഷവും തൻ്റെ സഖാക്കളെ ഒറ്റിക്കൊടുക്കാൻ അവൾ തയ്യാറായില്ല. ഇതോടെ അവളുടെ കാലിനടിയിലുണ്ടായിരുന്ന പെട്ടി തട്ടിത്തെറിപ്പിക്കുകയും അവിടെ തടിച്ചുകൂടിയ ചെറിയ ജനക്കൂട്ടത്തിന് മുന്നിൽ വച്ച് ലെപാ റാഡിക്കിനെ തൂക്കിലേറ്റുകയും ചെയ്തു. അവൾക്കന്ന് വെറും 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ലെപാ റാഡിക്കിൻ്റെ വധശിക്ഷയെക്കുറിച്ച് നാസികൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ബൊസാസ്ക ക്രൂപ്പയിൽ തൂക്കിലേറ്റപ്പെട്ട ഈ കൊള്ളക്കാരി പെൺകുട്ടി സമാനതകളില്ലാത്ത ധിക്കാരമാണ് കാണിച്ചത് എന്നായിരുന്നു അത്. ജനങ്ങളെ ഭയപ്പെടുത്താനും അടിച്ചമർത്താനുമുള്ള ലക്ഷ്യത്തോടെ നാസികൾ ഈ വധശിക്ഷയുടെ ഭയാനകമായ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയിരുന്നു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. അവൾ ജനങ്ങൾക്ക് ഒരു വലിയ ആവേശമായി മാറി. അവളുടെ ധീരതയും പോരാട്ട വീര്യവും ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ മറ്റുള്ളവർക്കും പ്രചോദനമായി. പ്രതികരിക്കാൻ പ്രായമോ ലിംഗഭേദമോ തടസ്സമല്ലെന്നും ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും അവൾ കാണിച്ചു കൊടുത്തു. ലെപാ റാഡിക് ബാക്കി വെച്ചുപോയ പൈതൃകം അവളുടെ മരണശേഷവും അവിടെ നിലനിന്നു. അവൾ നടത്തിയ വലിയ ത്യാഗങ്ങൾക്ക് പകരം ചോദിക്കപ്പെടുമെന്നും അത് നാസികൾക്കെതിരായുള്ള അന്തിമ വിജയത്തിലേക്കുള്ള വഴിത്തിരിവുമാകുമെന്നും ജനങ്ങൾ വിശ്വസിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ടിറ്റോയുടെ നേതൃത്വത്തിലുള്ള യുഗോസ്ലാവിയൻ കമ്മ്യൂണിസ്റ്റുകൾ രാജ്യത്തെ ഭരണകക്ഷിയായി മാറി. തുടർന്ന് യുഗോസ്ലാവിയൻ പാർട്ടിസാനുകളെ യുദ്ധത്തിലെ ഏറ്റവും വലിയ മികച്ച ഗെറില്ല സേനകളിലൊന്നായി അവർ അംഗീകരിച്ചു. ലെബയുടെ ഓർമ്മകൾ പാർട്ടിസാൻ പ്രസ്ഥാനത്തെ ആവേശഭരിതമാക്കിയിരുന്നു. യുദ്ധാനന്തരം ടിറ്റോയുടെ നേതൃത്വത്തിലുള്ള യുഗോസ്ലാവിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ ലെബയുടെ ധീരതയെ അംഗീകരിക്കുകയും 1951 ഡിസംബർ 20 യുഗോസ്ലാവിയൻ സർക്കാർ അവൾക്ക് മരണാനന്തര ബഹുമതിയായി ഓർഡർ ഓഫ് ദി നാഷണൽ ഹീറോ എന്ന പദവി സമ്മാനിക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന 2ാമത്തെ സൈനിക ബഹുമതിയാണിത്. ഈ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ലെപാ റാഡിക്. ഹിറ്റ്ലറുടെ നാസി ഭരണത്തിനെതിരെ ആയുധമെടുത്ത ഒരു കൗമാരക്കാരിയായിരുന്നു അവൾ. ക്രൂരമായി വധിക്കപ്പെടുമ്പോൾ അവൾക്ക് വെറും 17 വയസ്സായിരുന്നു പ്രായം. സ്വേച്ഛാധിപത്യത്തിന് മുന്നിൽ പതറാത്ത ഒരു വലിയ പ്രചോദനമായി അവൾ ഇന്നും സ്മരിക്കപ്പെടുന്നു. വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവതി കാണിച്ച അവിശ്വസനീയമായ പോരാട്ട വീര്യം ധീരതയ്ക്കും അടിച്ചമർത്തലിനും ഫാസിസത്തിനുമെതിരെ പോരാടുന്ന എല്ലാവർക്കും ഇന്നും ഒരു വലിയ പ്രചോദനമായി തുടരുന്നു. കിഴക്കൻ യൂറോപ്പിലുടനീളമുള്ളവരും ബാൾക്കൻ ജനതയും ഇന്നും അവളുടെ ധീരതയെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അവളുടെ കരുത്തും പോരാട്ട വീര്യവും കാരണം ലെപാ റാഡിക് ഒരു ദേശീയ വീരനായികയായി എന്നും ഓർക്കപ്പെടും. അവളുടെ മരണത്തിന് 10 പതിറ്റാണ്ടുകൾക്ക് ശേഷവും പലർക്കും ആ ധീരത വലിയൊരു പ്രചോദനമാണ്.
ദേശീയ ബഹുമതികൾക്ക് പുറമെ 1919 മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരു മാസം നീണ്ടുനിന്ന പരിപാടിയിൽ അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകൾ വഹിച്ച മാതൃകാപരമായ പങ്കിനെക്കുറിച്ച് YCL ദിവസേന ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിലവർ ലപാ റാഡിക് എന്ന ആ അവിശ്വസനീയമായ യുവ പോരാളിയുടെ ജീവിതവും ഉൾപ്പെടുത്തി. ലപാ റാഡിക്കിൻ്റെ പൈതൃകം വരും തലമുറകൾക്കും പ്രചോദനമാകണം. നാം വിശ്വസിക്കുന്ന ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും നീതിക്ക് വേണ്ടി പോരാടാനും അത് നമ്മളെ പ്രാപ്തരാക്കട്ടെ. നാസികൾക്കെതിരെ പോരാടുമ്പോൾ അവൾ കാണിച്ച ആ വലിയ ധീരത നാം ഒരിക്കലും മറക്കരുത്. നല്ലൊരു ലോകത്തിനു വേണ്ടിയുള്ള പോരാട്ടം തുടർന്നുകൊണ്ട് നമുക്ക് അവളുടെ ഓർമ്മകളെ ആദരിക്കാം. ലപാ റാഡിക്കിനെ പോലെ അവളുടെ ധീരത വരും തലമുറകൾക്ക് എക്കാലവും വലിയൊരു പ്രചോദനമായി നിലനിൽക്കട്ടെ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തവും ആകാംക്ഷ നിറഞ്ഞതുമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.